PV അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു വിദ്വേഷ യൂട്യൂബർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ വിദ്വേഷ യൂട്യൂബർ. ഇപ്പം പോലും അൻവർ ഒരു പ്രതിഷേധ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നണി പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം വെറുപ്പ് മാത്രം പ്രസരിപ്പിക്കുന്ന ഒരു ഹെയ്റ്റ് ട്യൂബർ. ആ ഹെയ്റ്റ് ട്യൂബർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു അൻവറിൻ്റെ പരാതികളിലൊന്ന്. അയാളെ പൂട്ടിക്കൊന്നൊക്കെ അൻവർ വെല്ലുവിളിച്ചു, പക്ഷെ നടന്നില്ല. അയാൾ പൂർണ്ണ സംരക്ഷണം P ശശിയുടെ ആഫീസിൽ നിന്ന് കിട്ടിയെന്നാണ് അൻവർ പറയുന്നത്. ആ കോഴ്സിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. ആ യൂട്യൂബറെ പിന്തുണയ്ക്കുന്ന നില സ്വീകരിച്ച പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് VD സതീശൻ. നോക്കൂ, VD സതീശൻ ഉപയോഗിച്ച വാക്കിതാണ്: ഓൺലൈനിലെ വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്ന മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ യൂട്യൂബർ എന്നാണ് നമുക്ക് പരിചയം. VD സതീശൻ്റെ സർട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ്: ഓൺലൈനിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഞങ്ങൾ പൂട്ടിക്കുമെന്ന് വെല്ലുവിളിക്കാൻ അൻവർ ആരാണ്? ഇത് വെള്ളരിക്കാപട്ടണമാണെന്നാണ് അന്ന് ചോദിച്ചത്. എന്നും മാത്രമല്ല, ഈ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓഫീസിൽ കയറി അവരുടെ ഹാർഡ് ഡിസ്ക് മറ്റും എടുത്തുകൊണ്ട് പോയപ്പോൾ അതിനെതിരെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ബഹളം വെച്ചാളാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരൊറ്റ കൺസേൺ ഈ വിദ്വേഷ യൂട്യൂബറുടെ കാര്യത്തിലെടുത്ത സർക്കാർ സ്വീകരിക്കുന്ന പ്രശ്നത്തിൽ ഞാൻ ഒരു കൗണ്ടർ വോട്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന ആൾക്ക് എവിടെ വോട്ട് ചെയ്യാൻ പറ്റും? അയാൾക്ക് അൻവറിനെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് ഇപ്പുറത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കഴിഞ്ഞ മാസം വരെ ഈ പറയുന്ന VD സതീശൻ നടത്തിയിട്ടുള്ള ഔദ്യോഗിക വിരുന്നിൽ ക്ഷണിതമായി വന്ന ആളാണ് ഇദ്ദേഹം. സർക്കാരിൻ്റെ സമീപനം, സതീശൻ്റെ സമീപനം, ആർക്ക് വോട്ട് ചെയ്യും? അവിടെ ഒരു സംഗതി പ്രതീക്ഷയായി അൻവറിൻ്റെ മുമ്പിലുണ്ടെന്ന്